ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിലെ റെസിപ്പി സ്പാനിഷ് ക്വിസീനിലെ സിഗ്നേച്ചർ ഡിഷായ സ്പാനിഷ് ഓംലെറ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. മല്ലിയിലയോ പാസ്ലിയോ ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഒണിയനാണ് സാധാരണ അവരെടുക്കുക. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഒണിയൻ എടുക്കുക. പിന്നെ 4-5 അല്ലി വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അതും നല്ല ഫൈൻ തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ മുട്ടയും വേണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടുള്ളൂ. ഒരു നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടണം ഉരുളക്കിഴങ്ങ്. അതുവരെ ഇങ്ങനെ വഴറ്റിയെടുത്തുകൊണ്ടിരിക്കാം. പിന്നെ ഈ ഉരുളക്കിഴങ്ങും മുട്ടയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 2 മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വലിയ ഉരുളക്കിഴങ്ങ് നമ്മൾ എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു റേഷ്യോ. അപ്പോൾ നമ്മളിവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3 ഉരുളക്കിഴങ്ങോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ കടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടും. വെളുത്തുള്ളി ഇടണം നിർബന്ധമില്ല, ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ കിട്ടണം നമുക്ക്. നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും, ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു റെഡ് ചില്ലി ചേർത്തു എന്നേ ഉള്ളൂ. ഇതൊട്ടും എരിവില്ലാത്ത മുളകാണ്. ഇതിൽ സാധാരണ നമ്മൾ പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കില്ല. ഈ ഡിഷിൽ കുരുമുളക് പൊടി മാത്രമാണ് ഇതിന് കുറച്ചൊരു സ്പൈസിനെസ് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുരുമുളക് പൊടി ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് കുറച്ചൊന്ന് സ്പൈസി സ്പാനിഷ് ഓംലെറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടി ചേർത്തോളൂ. നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ശരിക്കും സ്പാനിഷ് ഓംലെറ്റ് അത്ര സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷല്ല. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ചോയ്സിനനുസരിച്ച് സ്പൈസ് ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ ഉള്ളി നമ്മൾ ചേർത്തത് ഒന്ന് നന്നായിട്ട് വാടി കിട്ടണം. അതുവരെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വേറൊരു ഡിഷിലേക്ക് മാറ്റി വയ്ക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്തിട്ടാണ് ഇനി നമ്മൾ കുക്ക് ചെയ്യുക. അപ്പോൾ ഈ ചൂടോടെ മുട്ട ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ക്രാമ്പിൾഡ് ആയി പോകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ആ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പാസ്ലി ആണെങ്കിൽ പാസ്ലി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആവണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇതൊരു ചട്ടിപ്പത്തിരി മാതിരിയാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കും. അതിനുശേഷം നമുക്കതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മളിവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായി കിട്ടുള്ളൂ. മുട്ട നന്നായിട്ട് നമുക്കിങ്ങനെ വേണമെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണ പോലെ ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. നമ്മൾ ഈ മുട്ട ചേർക്കുന്നതിന് മുന്നേ ആ മിക്സ്ചറിലെ ഉപ്പൊന്ന് നോക്കണം. അതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം വേണം മുട്ട ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് വീണ്ടും കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കിത് ഫ്ലിപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് പോരണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ നമ്മളൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത പാനാണെങ്കിൽ എന്തായാലും എണ്ണ തടവി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക.
ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ ഒരു ഭാഗത്തും ക്യാപ്സിക്കം ഒരു ഭാഗത്തും ഒക്കെ മാത്രമായിട്ട് പോവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് ഇത് കുക്ക് ചെയ്യാം. കുറച്ച് കുരുമുളക് വേണമെങ്കിൽ മുകളിലൊന്ന് വെതറി കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് നോക്കണം. താഴെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാനിൽ നിന്ന് ഇതൊന്ന് വിടിച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും തിരിച്ച് പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് മോൾവശവും കൂടെ ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും ലോ ഫ്ലെയിമിൽ. അപ്പോൾ മോൾവശവും കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അതല്ല ജസ്റ്റ് സോസിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. അടിപൊളി ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങും മുട്ടയുണ്ടെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ചോയ്സാണ്. ചിലർ ഇതിൽ ചീസും കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസിൽ മാറ്റം വേണമെങ്കിൽ വരുത്താം. ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം. അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇതാണ് ഒരു ബേസിക് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഏത് ഇതിൽ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു അടിപൊളി റെസിപ്പിയാണ് സ്പാനിഷ് ഓംലെറ്റ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യണേ. വീണ്ടും ഇതേപോലത്തെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.